ബൈത്തുൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, എന്താണ് പറയുന്നത്? അൽ മുവസ്സിമുസ്സാനി, ആഘോഷ സീസണുകളെ കുറിച്ചാണ് പറയുന്നത്. അൽ മുവസ്സിമുസ്സാനി, രണ്ടാമത്തെ ആഘോഷ സീസൺ. വഹുവ അദാന അസ്സാനി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, ആ രണ്ടാമത്തെ ആഘോഷ സീസൺ അത് സാനി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 12ാമത്തെ ദിവസമാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 11 രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്ത് ആബാലവൃദ്ധ ജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും, അങ്ങനെ ധാരാളം ജനങ്ങൾ നിമിതങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. മാത്രമല്ല വയസൂറൂനഹു, അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യും. വഫീ ലൈലത്തി സാനി അശറ, അങ്ങനെ റബീഉൽ അവ്വൽ 12 ആയാൽ ഐദൻ യഹ്ദുറൂന വഫീ മൗലിദിഹി, ഐദൻ വീണ്ടും അവർ യഹ്ദുറൂന ഫീ മൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് വീണ്ടും ഒരുമിച്ച് കൂടുന്നതാണ്. ഹൽക്കും മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ വൽ ഖുദാതി വൽ മുഹദ്ദിരീന വൽ മുജാഹിദീൻ, ഉലമാക്കളും ഫുഖഹാക്കളും ഖതീബുമാരും ജഡ്ജിമാരും തുടങ്ങി വലിയ വലിയ ആളുകൾ വരെ അന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലത്ത് അവിടുന്ന് ഒരുമിച്ച് കൂടും. മാത്രമല്ല വജമീഉൽ ഖൽഖി മിനൽ റിജാലി വൻ നിസാഇ വസ്സിഗാരി വൽ കിബാരി മിനൽ മക്കിയീന, മക്കക്കാരായ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും വലിയ ആളുകളും പുരുഷന്മാരും സ്ത്രീകളും തുടങ്ങി എല്ലാവരും ഒരുമിച്ച് കൂടും. മിനൽ മക്കീന, മക്കക്കാര്, മക്കക്കാര് മാത്രമല്ല, മക്കയിലേക്ക് ഹജ്ജിന് മറ്റു സ്ഥലങ്ങളിൽ അവിടെ എത്തിച്ചേർന്നവരെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നിമിതങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരുമിച്ച് കൂടും. യാതൂന മഅഹും ബിശ്ശുമാഇ വൽ കനാദീനി വൽ ഫവാനീസ, മാത്രമല്ല അവർ റാന്തൽ വിളക്കുകളും മെഴുകുതിരികളും കത്തിച്ച് അവിടുന്ന് സന്തോഷ പ്രകടനം നടത്തും. നമുക്ക് ഇന്ന് ഈ കാണുന്ന LED ലൈറ്റുകളും മാല ബൾബുകളും ഒക്കെ റബീഉൽ അവ്വലായാൽ നമുക്ക് നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ പ്രകാശിപ്പിക്കും. അന്നത്തെ കാലത്ത് നാം ചിന്തിക്കണം, ഈ മാല ബൾബുകളും LED ലൈറ്റുകളും തുടങ്ങിയ സംവിധാനങ്ങൾ അന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അന്ന് ലഭ്യമായ സംവിധാനങ്ങൾ അവർ ഉപയോഗിച്ച്, അന്നത്തെ വിളക്കുകളുമൊക്കെ അവർ ഉപയോഗിച്ച് അന്ന് സന്തോഷ പ്രകടനം അവിടുന്ന് നടത്തി. മാത്രമല്ല ഇമാം ഖതീബ് മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസം മിമ്പറിൽ കയറിയിട്ട് വയദ്കുറു മൗലിദു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാമാതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുള്ള അത്ഭുതങ്ങളും അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ അവിടുന്ന് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് സുന്നത്ത് നിസ്കാരം നമസ്കരിക്കും എല്ലാവരും. കൂട്ടമായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരും. ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും അവർ സ്വതക്കകൾ നൽകും, സഹായങ്ങൾ നൽകും. മഹാന്മാർക്ക് അവർ ഭക്ഷണം കൊടുക്കും, വിരുന്ന് ഒരുക്കി കൊടുക്കും. മാത്രമല്ല അവിടുന്ന് പറയുന്നു, റബീഉൽ അവ്വൽ 12 സുബ്ഹി നിസ്കാരത്തിന് ശേഷം കഅബയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. ജനങ്ങളെല്ലാം കഅബയുടെ വാതിൽ തുറക്കപ്പെടുമ്പോൾ കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്ന് അവർ നമസ്കരിക്കും. അങ്ങനെ അതിനുള്ളിൽ തിക്കുതിരക്കുമായിരിക്കും. അങ്ങനെ കൂട്ടമായിട്ട് ആ കഅബയുടെ ഉള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. മിനൽ ഉലമാഇ വൽ മുജാവിരീന വൽ മശായിഖി, അങ്ങനെ ഉലമാക്കളും വലിയ വലിയ മഹാന്മാരും ഒക്കെ അതിൽ നിന്ന് ആ കഅബയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൂട്ടമായി വരും. അങ്ങനെ അവരൊക്കെ കൂട്ടമായി റാലിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തേക്ക് അവിടുന്ന് സന്തോഷാഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് അവിടുന്ന് പോകുമെന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖവാരിസ്മി റഹിമഹുല്ലാഹു തആല അവിടുന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മക്കക്കാരും മദീനക്കാരും ഒക്കെ മൗലിദാഘോഷം കഴിച്ചിട്ടുണ്ട്. ഇനി അവർ കഴിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ മൗലിദ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ
അവർക്കുള്ള തെളിവ് കൂടിയാണ് ഇത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വഹാബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ച് നബി തങ്ങളുടെ ജന്മദിനം നല്ല നിലയിൽ ആറാടാൻ, നല്ല നിലയിൽ കൊണ്ടാടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്